യഥാർത്ഥത്തിൽ അമേരിക്കൻ പ്രസിഡന്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് വാക്കിലും പ്രവൃത്തിയിലും സ്ഥിരതയില്ലാത്ത പ്രവർത്തനങ്ങളാണ് കൂടുതലും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ റഷ്യയുമായും അദ്ദേഹം സംഘർഷത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. റഷ്യ യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിന്റെ ഭാഗമായി നടന്ന പുടിൻ ട്രംപ് ഫോൺ കോളിൽ 1 മണിക്കൂർ നേരം കാത്തിരിക്കേണ്ടി വന്നത് ട്രംപിനെ വളരെയധികം ഇപ്പോൾ പ്രകോപിപ്പിച്ചിരിക്കുകയാണ്. ഈ സംഭാഷണത്തിൽ ട്രംപ് പറഞ്ഞതിനും അപ്പുറം പുടിൻ തീരുമാനിച്ചതായിരുന്നു കൂടുതലും നടപ്പിലായിരുന്ന കാര്യവും. എന്നാൽ അത് യഥാർത്ഥത്തിൽ റഷ്യയുടെ സ്ട്രാറ്റജി ആയിരുന്നു എന്നാണ് വിലയിരുത്തലുകൾ. യുക്രൈൻ പ്രസിഡന്റിനെ വൈറ്റ് ഹൗസിൽ നിന്നും ഇറക്കി വിട്ട വീര്യമൊന്നും പുടിന്റെ അടുത്ത് ചിലവാകില്ല എന്നും പറയാൻ കഴിയും. അതിനാൽ 1 മണിക്കൂർ പുടിന്റെ കോളിനായി ട്രംപ് കാത്തു നിൽക്കേണ്ട സാഹചര്യവും വന്നിരിക്കുകയാണ്. ഇറാനുമായുള്ള റഷ്യയുടെ വർദ്ധിച്ചു വരുന്ന സഹകരണവും അതുപോലെ ആണവ ശക്തിയാകാനുള്ള ഇറാന്റെ ശ്രമത്തിന് റഷ്യ നൽകുന്ന പിന്തുണയും അവസാനിപ്പിക്കണമെന്ന ട്രംപിന്റെ അഭ്യർത്ഥനയും പുടിൻ തള്ളുകയാണ് ചെയ്തത്. ഇറാനുമായി മാത്രമല്ല, നേരെ മറിച്ച് അറബ് ഇസ്ലാമിക് രാജ്യങ്ങളുമായി ശക്തമായ ബന്ധം നിലനിർത്തി പോകാനാണ് പുടിൻ കൂടുതലും ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. റഷ്യ ഇറാൻ ബന്ധം തകർക്കാതെ ഇറാനെ ആക്രമിക്കുന്നത് ചിന്തിക്കാൻ പോലും അമേരിക്കയ്ക്ക് ഒരിക്കലും കഴിയുകയുമില്ല. റഷ്യയിൽ നിന്നും ഇതിനോടകം തന്നെ ഏതൊക്കെയോ ആയുധങ്ങൾ ഇറാൻ കൈവശപ്പെടുത്തി എന്നതുപോലും അമേരിക്കയുടെ ഇസ്രായേലിന്റെ ചാരക്കണ്ണുകൾക്ക് കണ്ടെത്താനും നിലവിൽ കഴിയുകയും ചെയ്തിട്ടില്ല. ഈ സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഇറാൻ ആണവ ശക്തിയാകുന്നതിന്റെ അരികിൽ എത്തി നിൽക്കുന്നത്. ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ചങ്കിടിപ്പിക്കുന്നതും നിലനിൽക്കുന്ന ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. CIA-യിൽ നിന്നും ഈ വിശകലനം ലഭിച്ചതോടെ ട്രംപ് ഇപ്പോൾ പുതിയ തന്ത്രവുമായിട്ടാണ് രംഗത്ത് വന്നിരിക്കുന്നത്. ആണവ പദ്ധതി വിഷയത്തിൽ ഒത്തുതീർപ്പായില്ലെങ്കിൽ ഇറാനിൽ ബോംബിംഗ് നടത്തുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് ഉയർത്തുന്ന പ്രധാനപ്പെട്ട ഭീഷണി. അമേരിക്കൻ പ്രസിഡന്റിന്റെ ഈ ഭീഷണി പുറത്തു വരും മുമ്പ് തന്നെ തിരിച്ചടിക്കാനുള്ള സകല സജ്ജീകരണങ്ങളും ഇറാൻ പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഇറാനിൽ ഒരു ബോംബ് വീണാൽ 1000 ബോംബുകൾ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളിൽ വീഴുമെന്നാണ് ഇറാൻ പ്രധാനമായിട്ടും നൽകുന്ന മുന്നറിയിപ്പും. ഇതിനുവേണ്ടി ഇറാൻ വൻതോതിൽ മിസൈൽ ശേഖരണം തയ്യാറാക്കിയിട്ടുണ്ടെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നത്. വ്യോമാക്രമണങ്ങളെ ചെറുക്കാൻ രൂപകൽപ്പന ചെയ്ത ഭൂഗർഭ അറകളിലായിരുന്നു ഈ മിസൈലുകൾ സൂക്ഷിച്ചിരുന്നതെന്നും ദി ടെഹ്റാൻ ടൈംസും റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. ഭൂഗർഭ അറകളിലെ എല്ലാ ലോഞ്ചറുകളും ഇതിനോടകം ലോഡ് ചെയ്തിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്.